ചേച്ചി, കിരൺ ഇവിടെ വന്നിട്ടുണ്ട്. കിരണോ? അമ്മ കണ്ട ആകെ പ്രശ്നമാവും. എന്നിട്ട് എവിടെ? ദേ നോക്ക്. ചേച്ചി, വരാതിരിക്കാൻ തീരെ പറ്റില്ലല്ലേ? നാണോ ഉണ്ടോ നിങ്ങക്ക്? ഫ്ലാറ്റിൽ വെച്ച് ഇന്നലെ എന്റെ വായിരിക്കുന്ന അത്രയും കേട്ടിട്ട് വീണ്ടും വലിഞ്ഞേറി വന്നിരിക്കുന്നു. നീ ഇത്ര ചൂടാവേണ്ട കാര്യമില്ല. ഞാൻ സുമിതയെ കാണാൻ രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല വന്നിരിക്കുന്നത്, അവളുടെ കല്യാണത്തിനാണ് വന്നിരിക്കുന്നത്. അതെ, ആ വരവ് പക്ഷെ നീ നിരാശാ കാമുവിന്റെ റോളിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുമിതയെ കുറിച്ചുള്ള നിങ്ങളുടെ ഉള്ളിരിപ്പൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാ ഞാൻ. എന്റെ ഭർത്താവിന്റെ മനസ്സിൽ ഇപ്പോഴും പഴയ കാമുക്ക് സ്ഥാനമുണ്ടെന്നറിഞ്ഞിട്ടും ഇന്ദിര ആന്റിയോടും നന്ദിതയോടും ലോകത്തുള്ള എല്ലാവരോടും നിങ്ങളെ ന്യായീകരിച്ച് സംസാരിക്കേണ്ടി വരുന്നതേ എന്റെ ഗതികേടാ കിരൺ. അത് ഞാൻ പലപ്പോഴും ചെയ്യുന്നതേ നിങ്ങൾക്ക് വേണ്ടിയല്ല, പാവം സുമിതയെ ഓർത്തിട്ട് മാത്രമാണെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോഴേ എനിക്ക് സങ്കടമല്ല, പുച്ഛമാ തോന്നുന്നത്. പുച്ഛം. ആ സ്ത്രീ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും വാശി എന്നും കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്, അല്ലാതെ നീ തെറ്റിദ്ധരിക്കുന്ന പോലെ. വാശിയും കണക്കും തീർക്കാനുള്ള സ്ഥലമാണോ ഇത്? സുമി നിങ്ങളുടെ പഴയ കാമുകിയായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അവള്. നമ്മുടെ വിവാഹശേഷം നിങ്ങൾ തമ്മിലുള്ള പഴയ ബന്ധം കാരണം കുറ്റബോധത്തോടെ അല്ലാതെ എനിക്ക് അവളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റിയിട്ടില്ല. സുമിതയുടെ കല്യാണം കഴിഞ്ഞ് കാണാൻ അവളുടെ വീട്ടുകാരെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. കാരണം നിങ്ങൾ കാരണം അവൾക്കുണ്ടായ സങ്കടത്തിന്റെ ശാപം നമ്മുടെ കുടുംബജീവിതത്തിന്റെ മേൽ വീഴുതെന്ന് വിചാരിച്ചിട്ടാ. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ വന്നു എന്നറിഞ്ഞാ സുമിതയുടെ വീട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് സുമിതയ്ക്കും വലിയ വിഷമാവും. അതുകൊണ്ട് ഇപ്പൊ പൊയ്ക്കോണം, ഈ നിമിഷം. മനസ്സിലായല്ലോ? ഇനി ഈ ഓഡിറ്റോറിയത്തിനകത്ത് കാലെടുത്ത് വെച്ചാ ഇതുവരെ കണ്ട എന്നെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. വലിഞ്ഞേറി വന്നിരിക്കുന്നു കാമുകിയുടെ കല്യാണം കൂടെ. കിരൺ, എന്തുപറ്റി? ചടങ്ങിന് മുമ്പ് പോവാണോ? സുമിതയെ കണ്ടില്ലേ? കണ്ടു, ഞാൻ പോവാ. അങ്ങനെ പോയാലെങ്ങനെ? ഫുഡ് കഴിച്ചിട്ട് പോവാന്നേ. അല്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു, വേറെ സ്ഥലത്ത് പോകാനുണ്ട്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. കണ്ടതിൽ വളരെ സന്തോഷം. നമുക്കൊരു ദിവസം വിശദമായിട്ട് പരിചയപ്പെടാം. ഷുവർ. എനിക്ക് 10-15 ദിവസം എന്തായാലും ലീവ് ഉണ്ടാവും. നമുക്ക് കാണാം. കാണാം കാണാം കാണണം. ഹലോ. ഹലോ, എനിക്ക് സുമിതയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സോ സോറി, ഇപ്പൊ ചേച്ചിനോട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ്, എനിക്ക് സുമിതയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ. ഒന്ന് ഫോൺ കൊടുക്കൂ. ചേച്ചിന്റെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിക്ക് ഇപ്പൊ ഫോൺ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അല്ല, ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ സുമിതയുടെ ഒരു കൂട്ടുകാരിയാ. ഗ്രേ, എന്നിട്ടാണോ കല്യാണത്തിന് വരാത്തത്? ചേച്ചിനെ നേരിട്ട് കണ്ട് തന്നെ സംസാരിക്കായിരുന്നല്ലോ. ഞാനിപ്പോ അങ്ങോട്ട് വരാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല. എനിക്ക് സുമിതയോട് പറയാനുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലീസ്, എങ്ങനെയെങ്കിലും ഒന്ന് ഫോൺ കൊടുത്തേ പറ്റൂ. ഹലോ, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുക,
അതിനിടയ്ക്ക് ഫോൺ എങ്ങനെയാ കൊടുക്കാൻ പറ്റുന്നേ? എന്തോ ഇത്. എന്റെ പ്രതീക്ഷ മോളെ, ഇങ്ങനെ വാശി പിടിക്കുന്നത് നല്ലതാണോ? അപ്പൊ മര്യാദയുടെ ഭാഷയെ പറഞ്ഞ നിനക്ക് മനസ്സിലാകത്തില്ല. പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ നീ ഊരിപ്പോരുമെന്ന് എനിക്ക് എപ്പോഴേ അറിയായിരുന്നു. ഏതായാലും നീ ഇത്രയും കഷ്ടപ്പെട്ട് ഗിരിയുടെ കല്യാണത്തിന് ഇവിടം വരെ വന്നതല്ലേ, സൽക്കരിച്ചേക്കാം. ചേച്ചിയുടെ സാരിത്തുമ്പി തൂങ്ങി നടക്കുന്ന ബലം വെച്ചിട്ട് എന്റെ അടുത്ത് നിങ്ങൾ കളിക്കാൻ വരരുത്. ഞാൻ ജനിച്ചത് വേറെയാ. ഇവിടെ വെച്ച് എന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും. പിന്നൊന്നും നിങ്ങളുടെ കയ്യിൽ നിക്കില്ല. എല്ലാം എല്ലാവരും അറിയും. അത് വേണോ? കാണണോ നിങ്ങക്ക്? അത്രയ്ക്ക് ചുണയുണ്ടെങ്കിൽ നീ ഒന്ന് ബഹളം വെക്ക്, ഞാനൊന്ന് കാണട്ടെ. എങ്കിൽ നിന്റെ മിടുക്കിന് ഞാനൊരു പൊന്മോതിരം ഇട്ട് തരും. ഇവളെ കൊണ്ട് മേളത്തെ മുറി പൂട്ടിയിട്. കല്യാണം കഴിയുന്നിടം വരെ അവിടെ കിടക്കട്ടെ ശവം. എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ചൂടിനൊന്ന് രക്ഷപ്പെടായിരുന്നു. സത്യോ, ഇവിടെ ഇനി AC ശരിയാവുന്നവരെ കാത്തിരുന്നിട്ട് ഒരു വിശേഷം ഉണ്ടാവാൻ പോകുന്നില്ല. തണുത്ത എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? അയ്യോ വേണ്ട, എന്തായാലും AC-യോളം വരില്ലല്ലോ കൂൾ ഡ്രിങ്ക്സ്. ഉപ്പോളം വരില്ലല്ലോ ചന്ദ്രേട്ടാ, ഉപ്പിലിട്ടത്. ചന്ദ്രേട്ടാ, എന്താ പ്രശ്നം? എന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. ഗിരി ആകെ ആവശ്യപ്പെട്ടത് വൃത്തിയുള്ള ഒരു AC ഓഡിറ്റോറിയം മാത്രമാണ്. എന്റെ സുമിക്ക് വേണ്ടി എനിക്ക് അതുപോലും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ഈശ്വര. ഇനിയും കാക്കണം. സനുവിന്റെ കല്യാണത്തിന് കൊടുത്തതിനേക്കാൾ പ്രാധാന്യം ഒന്നും ഞാൻ എന്റെ കല്യാണത്തിന് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ ഈ കല്യാണം ഇവിടെ വെച്ച് നടത്തുന്നതെന്ന് ചോദിച്ചാ, സ്വന്തം മകളുടെ കല്യാണം സ്വന്തം ഇഷ്ടം പോലെ നടത്താൻ ഏതൊരച്ഛനും അവകാശമുണ്ട്. അതുകൊണ്ടാ. ബിസിനസ്സുകാരനായ ഞാൻ കോടികൾ മുടക്കിയ എന്റെ അനിയത്തിയുടെ കല്യാണം നടത്തിയത്. അതുപോലെ ഒരായുസ് മുഴുവൻ കൂട്ടിവെച്ച സമ്പാദ്യം മുഴുവൻ എടുത്ത സുമിതയുടെ അച്ഛൻ ഈ കല്യാണം നടത്തുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോ ഈ കല്യാണത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന വിധത്തിൽ സ്വന്തം മകളുടെ കല്യാണം നടത്തുന്ന സുമിതയുടെ അച്ഛനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ.
സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കണമെന്നുള്ളവർക്കാവാം. അല്ലാത്തവർക്ക് എന്റെ തക്കുടു പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. കല്യാണം നടക്കേണ്ടതേ പെണ്ണിന്റെയും ചെക്കന്റെയും മനസ്സിലാ. പണം കൊണ്ട് നമ്മൾ ആരെയും അളക്കരുത്. ഇവിടെ വെച്ച് കല്യാണം നടക്കുന്നതിൽ ആർക്കാ ബുദ്ധിമുട്ട്? ഇന്നലെ കേറി വന്ന് ഈ കുടുംബത്തിന്റെ അവകാശം പറ്റിയവർക്കോ? പറ, ഇവിടെ വെച്ച് കല്യാണം കൂടാൻ ഇവിടെ വന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഗിരിക്കില്ലാത്ത എന്ത് ബുദ്ധിമുട്ടാ ഞങ്ങൾക്കുള്ളത്? ഈ കല്യാണം ഇവിടെ വെച്ച് നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. തക്കടു, ഇനി എന്തിനാ നോക്കി നിൽക്കുന്നേ? ചടങ്ങുകൾ നടക്കട്ടെ. എന്നോട് ഇങ്ങനൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഗിരി? നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല, ഒരിക്കലും. ഹലോ ഹലോ, എനിക്ക് സുമിതയോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കണം. ഒന്ന് അവൾക്ക് ഫോൺ കൊടുക്കാമോ പ്ലീസ്? ഞാൻ നിങ്ങളോട് കുറച്ചു നേരം മുമ്പ് പറഞ്ഞതല്ലേ കാര്യം. ഇപ്പൊ ചേച്ചിനോട് സംസാരിക്കാൻ പറ്റില്ല. പ്ലീസ്, ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുക. എനിക്ക് സുമിതയോട് സംസാരിച്ചേ പറ്റൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറഞ്ഞാ മതി, ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. പ്ലീസ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു മിനിറ്റ്, അതിൽ കൂടുതൽ സമയം ഞാൻ എടുക്കില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കുക. ഈ ഫോണിന് സുമിതിക്ക് കൊടുത്തേ പറ്റൂ, പ്ലീസ്. ആരാന്നറിയില്ല ചേച്ചി, കുറെ നേരമായി ചേച്ചിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. എന്തോ സീരിയസ് കാര്യാന്നാ തോന്നുന്നേ. ഹലോ, ആരാ? സുമിത. എന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ പേര്. ഹലോ ഹലോ. ഗിരിയെ കിട്ടാതെ വന്നപ്പോ നീ സുമിതയുടെ പുറകെ അല്ലടി. ഇന്ന് കല്യാണം കഴിഞ്ഞ് സുമിത ഗിരിയുടെ വീട്ടിലെ ആയാൽ പിന്നെ അവളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ലടി. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നേടേണ്ടത് ഞാൻ നേടിയിരിക്കും. പ്രതീക്ഷയാ പറയുന്നേ. പിടിച്ചോണ്ട് പോടാ, നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട്ടേക്ക്. ഒറ്റ വെള്ളം പോലും കൊടുത്തേക്കരുത്. ഒരാഴ്ച പട്ടിണി കിടക്കണം, അപ്പൊ പഠിച്ചോളൂ. അവളുടെ ഒരു മൊബൈല്.
ചക്കുടൂനെയും സുമിതേനെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. ഭഗവാന്റെ ആനന്ദക്കണ്ണീരായി ഈ മഴ. ഭഗവാനേ, ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. നേരെ ഇത്ര വൈകിയ സ്ഥിതിക്ക് ഇന്നിനിപ്പോ ഗൃഹപ്രവേശ ചടങ്ങ് നടത്തുന്നത് അത്ര ശുഭമായിട്ട് കാണുന്നില്ല. അല്ല തിരുമേനി, അപ്പോ ഇന്ന് രാത്രി ഇവരെവിടെ പോവും? മറ്റെവിടെയെങ്കിലും താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പൊ പിന്നെ ഇവരെപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് തിരുമേനി? നാളെ രാവിലെ 10-നും 10:30 ഇടയില് ഒരു ശുഭമുഹൂർത്തമുണ്ട്. ആ സമയത്ത് ഗൃഹപ്രവേശന കർമ്മം നടത്തിയ ശുഭായിരിക്കും.